ഇപ്പോൾ ഈയിടെ കണ്ടുവരുന്ന മരണങ്ങൾ അധികവും യുവാക്കളാണ്, ചെറുപ്പക്കാർ. അത് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്നാണ് അധികം, ഉറങ്ങുമ്പോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉറക്കത്തിൽ പെട്ടെന്ന് ഉണർന്നിട്ട് മൂത്രമൊഴിക്കാനോ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പെട്ടെന്ന് കട്ടിൽ നിന്ന് ചാടി താഴത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ മരണത്തിന്റെ ശതമാനം കൂടുന്ന സമയം എന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ 7-8 മണിക്കൂറോളം നമ്മൾ ബെഡിൽ സുഖമായി കിടക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ സുഖമായിട്ട് പോയിരിക്കും ബോഡിയിൽ. പെട്ടെന്ന് നമ്മൾ കട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ബ്ലഡ് എല്ലാം പെട്ടെന്ന് ഈ ഗ്രാവിറ്റി ഫോഴ്സ്, ഗുരുത്വാകർഷണ ശക്തി മൂലം താഴത്തേക്കാണ് ആദ്യം പോവുക. പിന്നെ അവിടെ നിന്ന് ബ്ലഡിനെ തലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹൃദയം നല്ലൊരു ശ്രമം നടത്തും. ചിലപ്പം ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് അവിടെ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടാം. ഒന്ന്, യുവാക്കൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് താഴത്തേക്ക് നമ്മൾ ബെഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ബ്ലഡ് തലയിലേക്ക്, ബ്രെയിനിലേക്ക് കയറി വരാൻ സമയം വൈകിയാൽ 3 മിനിറ്റിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ആളപ്പം മരണപ്പെടുന്നു പറയുന്നത്. അപ്പോൾ അവർ അതിന് പറയുന്ന പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരിക്കലും ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടരുത്. കാരണം ഉണർന്നു കഴിഞ്ഞാൽ ഒരു 1/2 മിനിറ്റെങ്കിലും അങ്ങനെ തന്നെ കിടക്കുക. ഒന്ന്, എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എഴുന്നേറ്റ് ഇരിക്കുക. 2, അപ്പോൾ ഹാർട്ടിന് മനസ്സിലാവും. അപ്പോൾ ഹാർട്ട് മെല്ലെ താഴത്തേക്ക് മേലേക്ക് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് നമ്മൾ കാല് കട്ടിലിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ട് ഇരിക്കുക. 4ാമത്തെ സ്റ്റെപ്പ് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൈകൊണ്ട് നിലത്തൊന്ന് സ്പർശിക്കുക എന്ന് പറഞ്ഞത്. അപ്പം നമ്മളെ ഉറങ്ങുമ്പോൾ നമ്മളെ ബോഡിയിൽ ഒരു ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട് അത്ര. അത് കൈ നമ്മൾ നിലത്ത് സ്പർശിക്കുമ്പോൾ ആ കൈ മുഖേന ആ എർത്ത് ഭൂമിയിലേക്ക് പോകുമെന്ന് പറഞ്ഞത്. അപ്പം നമ്മളിങ്ങനെ കൈ തൊടാൻ വേണ്ടിയിട്ട് ഒന്ന് നിലത്തേക്ക് കുനിയുമ്പോൾ നമ്മൾ തലയും കുനിയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരുന്നു. പിന്നെ നമ്മൾ മെല്ലെ എഴുന്നേറ്റിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയോ ടോയ്ലറ്റിൽ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ സഹോദരന്മാർ ഇത് ശ്രദ്ധിക്കുക. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അവർ പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്, ഉറക്കത്തിൽ മരണപ്പെട്ടു ചെറുപ്പക്കാരൻ 25 വയസ്സുള്ള 30. ഇതാണ് മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞത്. പെട്ടെന്ന് നമ്മൾ ബെഡിൽ എണീക്കുമ്പോൾ ഈ താഴത്തേക്ക് പോയ ബ്ലഡ് പെട്ടെന്ന് ബ്രെയിനിലേക്ക് എത്താൻ വൈകുമ്പോൾ അത്രയും പ്രശ്നം വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു റെമഡി എന്താണെന്ന് വെച്ചാൽ ഇത്രയാണ്. നമ്മൾ ഒന്ന് ഉണർന്ന പാട് ഒന്ന് അവിടെ തന്നെ കിടക്കുക, പിന്നെ ഒന്ന് ഇരിക്കുക അവിടെ. നമ്മൾ പഴമക്കാർ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, ഉണർന്ന് എഴുന്നേറ്റാൽ നന്ദി പറയുക, ദൈവത്തോട് നന്ദി പറയുക, നല്ല നമ്മളെ ജീവിതത്തിലുണ്ടായ 5-10 കാര്യങ്ങൾ സന്തോഷത്തോടെ സ്മരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ തലയിലേക്കും അങ്ങനെ ഹൃദയത്തിന് മനസ്സിലാവും ആൾ എഴുന്നേറ്റിട്ടുണ്ടെന്ന്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കല്ല, കുറച്ചിടെ ഇരുന്ന് നമ്മൾ ശാന്തമായി പിന്നെ കാലൊക്കെ ഒന്ന് പുറത്ത് കഴിച്ചു, പിന്നെ കൈകൊണ്ട് നിലത്തൊന്ന് സ്പർശിച്ചു, എന്നിട്ട് മെല്ലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് എന്നും സംരക്ഷിക്കാൻ കഴിയും. ഇത് നല്ലൊരു ടച്ചിൽ തോന്നി. അപ്പോൾ എല്ലാ എൻ്റെ സഹോദരന്മാർക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി എനിക്ക്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.